ചെറുവത്തൂർ മടക്കരയിൽ നടന്ന സിപിഐഎം ലീഗ് സംഘർഷത്തിൽ ജമായത്ത് പള്ളിക്ക് നേരെ ആക്രമണമെന്ന് വ്യാജ പ്രചരണം. വാട്സാപ്പിൽ പ്രചരിച്ച ശബ്ദ സന്ദേശം പള്ളി കമ്മിറ്റി ഭാരവാഹികൾ നിഷേധിച്ചു. ഇതിനെ സ്വാഗതം ചെയ്ത് സിപിഎം. ഉയർന്ന ഗുണനിലവാരം, തികഞ്ഞ വിശ്വസ്തത, ജനതാ പാൽ. തെരഞ്ഞെടുപ്പ് ഫലപ്രഖ്യാപനത്തിന് പിന്നാലെ നടന്ന ആഹ്ലാദ പ്രകടനത്തിനിടെയാണ് മടക്കര പള്ളിക്ക് സമീപത്ത് വെച്ച് സിപിഐഎം ഡിവൈഎഫ്ഐ പ്രവർത്തകരും മുസ്ലിം ലീഗ് യൂത്ത് ലീഗ് പ്രവർത്തകരും ഏറ്റുമുട്ടിയത്. ഇതിന്റെ പേരിലാണ് പള്ളിക്ക് നേരെ അക്രമം എന്ന വ്യാജ സന്ദേശം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചത്. മടക്കറിലേക്ക് വരണം, നമ്മളെ പള്ളിന്റെ എല്ലാം പൊളിക്ക് തെറിഞ്ഞിട്ട് എല്ലാവരും പെട്ടെന്ന് വരണം, എല്ലാവരും പെട്ടെന്ന് മടക്കറിലേക്ക്. ജുമാഅത്ത് പള്ളിയുടെ അറിയോ? എന്നാൽ വിശ്വാസി സമൂഹം പക്വമായ ഇടപെടൽ നടത്തുന്നതാണ് പിന്നീട് കണ്ടത്. ശബ്ദ സന്ദേശം വലിയ രീതിയിൽ പ്രചരിച്ചുവെങ്കിലും വൈകാരികമായ ഇടപെടലുണ്ടായില്ല. പ്രചരണം അസത്യമാണെന്ന് ജമായത്ത് കമ്മിറ്റിയുടെ പ്രതികരണവും വന്നു. പ്രിയമുള്ളവരെ, സംസാരിക്കുന്നത് ചെറുവത്തൂർ തുരുത്തി മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി ജനറൽ സെക്രട്ടറി MTC റഫീഖ് ഹാജിയാണ്. കഴിഞ്ഞ 13-ാം തീയതി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടന്ന വിജയാഹ്ലാദ പ്രകടനത്തിൽ വെച്ച് മടക്കലിലുണ്ടായ സംഘർഷത്തിൽ ഇരുവിഭാഗങ്ങൾ തമ്മിലുണ്ടായ ഏറ്റുമുട്ടലിൽ തുരുത്തി ജുമാ മസ്ജിദിന് കല്ലെറിഞ്ഞു എന്നൊക്കെ തരത്തിലുള്ള വ്യാജ വാർത്തകൾ പ്രചരിക്കുന്നതായി ജമാഅത്ത് കമ്മിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആ വാർത്തകൾ പ്രചരിച്ചാൽ സമൂഹത്തിനിടയിൽ മതസ്പർദ്ധ ഉണ്ടാകും എന്ന കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് ആ വാർത്ത സൃഷ്ടിച്ചവർ അതിൽ നിന്ന് പിന്മാറണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ജമാഅത്ത് കമ്മിറ്റി ഈ സംഭവത്തെ വളരെ അപലപിക്കുകയാണ്. അത്തരം യാതൊരു സംഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് ജമാഅത്ത് കമ്മിറ്റിക്ക് വേണ്ടി ഇതിനാൽ അറിയിക്കുകയാണ്. ലീഗ് നടത്തിയ അക്രമത്തെ വർഗീയവൽക്കരിക്കാനുള്ള ബോധപൂർവമായ നീക്കമാണ് നടന്നതെന്ന് സിപിഐഎം ചെറുവത്തൂർ ഏരിയ കമ്മിറ്റിയും അറിയിച്ചു. പള്ളിക്കെതിരായിട്ട് കല്ലെറിഞ്ഞുവെന്നുള്ള പ്രചരണമാണ് സോഷ്യൽ മീഡിയയിലൂടെ അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ലീഗിന്റെ വനിതാ നേതാവാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള വാട്സപ്പ് പ്രചരണം നടത്തിയിട്ടുള്ളത്. തിരുത്തിയിലെ ജമാഅത്ത് കമ്മിറ്റി സെക്രട്ടറി, അതിന്റെ ഭാരവാഹികൾ ഉൾപ്പെടെ ഇങ്ങനൊരു സംഭവം മടക്കയില്ല എന്ന് സോഷ്യൽ മീഡിയയുടെ കൃത്യമായ നിലയിലേക്ക് പറയുന്ന സ്ഥിതിയും ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമം നടത്തിയ ലീഗ് വനിതാ നേതാവിന്റെ എതിരായിട്ട് ജാമ്യമില്ലാ വകുപ്പെടുത്ത് കൃത്യമായ നടപടികൾ സ്വീകരിക്കണമെന്നുള്ളതാണ് പാർട്ടിക്ക് പറയാനുള്ളത്. നാട്ടിനകത്ത് ബോധപൂർവം കുഴപ്പങ്ങളുണ്ടാക്കാൻ ആവശ്യമായ ശ്രമമാണ് ഇതിന്റെ ഭാഗമായിട്ട് നടക്കുന്നത്. CPM-നെതിരായിട്ട്, അതിന്റെ പ്രവർത്തകരെതിരായിട്ട് കള്ളക്കേസ് ഉണ്ടാക്കാനും അതോടൊപ്പം തന്നെ CPM പ്രവർത്തകരുടെ മാനവീര്യം തർക്കാൻ ആവശ്യമായ കാര്യമാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നത്. മതനിരപേക്ഷതയെ തകർത്ത് വർഗീയ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നവരെ ഒറ്റപ്പെടുത്തണമെന്നും വസ്തുതകൾ ജനങ്ങൾക്ക് മുന്നിൽ തുറന്നുകാട്ടിയ ജമായത്ത് കമ്മിറ്റി ഭാരവാഹികളുടെ സന്ദർഭോചിതമായ പ്രതികരണം സ്വാഗതാർഹമാണെന്നും ഏരിയ കമ്മിറ്റി വ്യക്തമാക്കി. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ.